ദക്ഷിണേന്ത്യയിലെ എല്ലാ സിനിമകളും നല്ലതാണെന്ന് പറയാനാകില്ല. പൃഥ്വിരാജിനെ എനിക്കിഷ്ടം. സൽമാൻ ഖാൻ. ദക്ഷിണേന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും നല്ലതാണെന്ന് പറയാനാകില്ലെന്ന് ബോളിവുഡ് താരം സൽമാൻ ഖാൻ. ആഴ്ചയിൽ 2-3 ചിത്രങ്ങൾ ദക്ഷിണേന്ത്യയിൽ റിലീസ് ചെയ്യുന്നുണ്ടെന്നും എന്നാൽ അതെല്ലാം മികച്ച വിജയം നേടുന്നില്ലെന്നും നടൻ പറഞ്ഞു. നല്ല സിനിമകൾ ചെയ്താൽ വിജയിക്കുമെന്നതാണ് എല്ലായിടത്തെയും മന്ത്രമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാർച്ച് 30-ന് തിയേറ്ററുകളിലെത്തുന്ന പുതിയ ചിത്രമായ സിക്കന്ദറിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. മാർച്ച് 27-ന് തിയേറ്ററുകളിലെത്തിയ മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രമായ എമ്പുരാൻ, ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തുന്ന സണ്ണി ഡിയോളിന്റെ ചാട്ട് എന്നീ ചിത്രങ്ങളുമായിട്ടാണ് സൽമാൻ ഖാൻ നായകനായ സിക്കന്ദറിന്റെ മത്സരം. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലും ഈ മത്സരത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഈ ചോദ്യങ്ങൾക്കാണ് അദ്ദേഹം മറുപടി നൽകിയത്. എമ്പുരാൻ റിലീസിനെ കുറിച്ചും സിക്കന്ദറിനെ പൃഥ്വിരാജ് ആശംസകൾ അറിയിച്ചത് സംബന്ധിച്ചും സൽമാൻ ഖാനോട് ചോദ്യം ഉന്നയിച്ചിരുന്നു. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ ഏറെ ഇഷ്ടമാണെന്നും അദ്ദേഹം സംവിധാനം ചെയ്യുമ്പോൾ ആ ചിത്രം മികച്ചതാകുമെന്നുമായിരുന്നു സൽമാൻ ഖാന്റെ മറുപടി. ഒരു നടൻ എന്ന നിലയിൽ പൃഥ്വിരാജിനെ എനിക്കിഷ്ടമാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമ്പോൾ അത് മികച്ച ചിത്രമാകുമെന്ന് എനിക്കറിയാം. സിക്കന്ദറിന് ശേഷം ജാട്ടും വരുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. രാം ചരണിനെയും ജൂനിയർ NTRനെയും എനിക്കറിയാം. എന്റെ കൺമുന്നിലായിരുന്നു അവരുടെ വളർച്ച. ഞാൻ നടനായി എത്തി 1-2 വർഷത്തിന് ശേഷമാണ് അവരെല്ലാം സിനിമ ചെയ്തു തുടങ്ങിയത്. വെങ്കിടേഷിനെ എനിക്ക് അടുത്തറിയാം. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും 35 വർഷമായി സുഹൃത്തുക്കളുമാണ്. ചിരഞ്ജീവിയെയും എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ താപ്സ് ആപ്പ് പരസ്യം ചെയ്തത്. ഒട്ടേറെ ദക്ഷിണേന്ത്യൻ നടന്മാർക്കൊപ്പം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്റെ തലമുറയിലെ ഹിന്ദി നടന്മാരിൽ ദക്ഷിണേന്ത്യൻ സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച ആദ്യ നടനും ഞാനാണ്. ഒരു സമയത്ത് 4-5 ദക്ഷിണേന്ത്യൻ സംവിധായകർക്കൊപ്പം ഞാൻ പ്രവർത്തിച്ചിരുന്നു. സൽമാൻ ഖാൻ പറഞ്ഞു. ഹിന്ദി സംവിധായകരിൽ നിന്ന് ദക്ഷിണേന്ത്യൻ സംവിധായകർക്കുള്ള വ്യത്യസ്തത എന്താണെന്ന ചോദ്യത്തിനും സൽമാൻ ഖാൻ മറുപടി നൽകി. ദക്ഷിണേന്ത്യൻ സിനിമ സാങ്കേതികമായി ഏറെ പുരോഗതി കൈവരിച്ചവരാണ്. വൈകാരികമായി വളരെ പരിണമിച്ചവരും. അവർ മറ്റെവിടെ നിന്നെങ്കിലും കഥകളോ ആശയങ്ങളോ സ്വീകരിക്കില്ല. അവർ സ്വന്തം കഥകൾ സിനിമകളാക്കുന്നു. അങ്ങനെയാണെങ്കിലും ദക്ഷിണേന്ത്യയിൽ നിർമ്മിക്കുന്ന എല്ലാ സിനിമകളും നല്ലതല്ല. ബോളിവുഡിൽ ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടിയ ചിത്രങ്ങൾ മാത്രമേ നിങ്ങൾ ഓർക്കുന്നുള്ളൂ. ദക്ഷിണേന്ത്യയിലും എല്ലാ ആഴ്ചയും 2-3 സിനിമ പുറത്തിറങ്ങുന്നു. പക്ഷേ അവയെല്ലാം വിജയിക്കുന്നില്ല. നിങ്ങൾ നല്ല സിനിമകൾ ചെയ്താൽ അത് വിജയിക്കും എന്നതാണ് എല്ലായിടത്തെയും മന്ത്രം, സൽമാൻ ഖാൻ പറഞ്ഞു. കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായ ലോറൻസ് ബിഷ്ണോയിൽ നിന്ന് വധഭീഷണിയുള്ളതിനാൽ സൽമാൻ ഖാന്റെ വാർത്താ സമ്മേളനം ക്യാമറയിൽ പകർത്താൻ മാധ്യമങ്ങൾക്ക് അനുമതിയുണ്ടായിരുന്നില്ല. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അധികൃതർ ക്യാമറകൾ അനുവദിക്കാതിരുന്നത്. പ്രേക്ഷകർ കാത്തിരിക്കുന്ന സൽമാൻ ഖാൻ നായകനായ സിക്കന്ദർ മാർച്ച് 30-നാണ് തിയേറ്ററുകളിലെത്തുന്നത്. ഈദ് റിലീസായാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. 2023-ൽ റിലീസായ ടൈഗർ 3 സൽമാൻ ഖാൻ നായകനായെത്തിയ അവസാന ചിത്രം. AR മുരുകദാസ് സംവിധാനം ചെയ്ത സിക്കന്ദറിൽ സൽമാൻ ഖാനൊപ്പം രശ്മിക മന്ദാന, കാജൽ അഗർവാൾ, സത്യരാജ്, ശർമാൻ ജോഷി തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത്.